ശലോം സഹോദരങ്ങളെ. ഷമാ ഇസ്രായേൽ അദോനായേൽഹിനു അദാനായഹ. ഇസ്രായേലേ കേൾക്ക, നിന്റെ ദൈവം ഏകൻ തന്നെ. ഇന്നത്തെ എൻ്റെ ചോദ്യം ക്രിസ്ത്യാനികളോടാണ്. ക്രിസ്ത്യാനിയെ, നിന്റെ ദൈവം ഏകനോ അതോ ത്രിയേകനോ? ഏകനാണ് എങ്കിൽ അത് ആരാണ്? പള്ളിയിൽ ഒരു കുർബാനയ്ക്ക് പോയാൽ തുടക്കം തന്നെ അവിടെ എന്താ പുരോഹിതൻ പറയാ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറയും. അപ്പോൾ എല്ലാവരും കൂടെ ആമേൻ എന്ന് പറയും അല്ലേ? അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ക്രിസ്ത്യാനിക്ക് എത്ര ദൈവമുണ്ട്? അതായത് വയസ്സനായ ഒരു പിതാവ് ആയ ഒരു ദൈവം, ചെറുപ്പക്കാരനായ പുത്രൻ യേശുവ എന്ന ദൈവം, പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സൗഖ്യം തരാൻ വേണ്ടി വരുന്ന പരിശുദ്ധാത്മാവ് എന്ന ദൈവം. എന്നിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്ന് പറയുമ്പോൾ ഈ മൂന്നാളുടെയും നാമവും അപ്പോൾ വേറെ വേറെയാണോ? എത്ര ദൈവമുണ്ട് എന്ന് ഒരു ക്രിസ്ത്യാനിയോട് ചോദിച്ചാൽ ക്രിസ്ത്യാനി പറയും ഒരു ദൈവമുള്ളൂ എന്ന് പറയും. അപ്പോൾ പിതാവാരാ, പുത്രനാരാ, പരിശുദ്ധാത്മാവാരാ എന്ന് ചോദിച്ചാൽ അപ്പോൾ പറയും ഒരു ദൈവമൊക്കെ ഉള്ളൂ, പക്ഷെ ഒരു ദൈവത്തിൽ മൂന്നാളുകൾ ആണ് എന്ന് പറയും. മൂന്നാളുകൾ കൂടിച്ചേർന്ന ഒരു ദൈവം എന്ന് പറയും. അതായത് എന്താണ്? ത്രിയേകം. ഹിന്ദു സഹോദരങ്ങളുടെ വിശ്വാസപ്രകാരം ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, അങ്ങനെ ത്രിമൂർത്തികളുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ പോലെ ക്രിസ്ത്യാനിക്ക് ഒരു ത്രിയേക ദൈവമാണ് ഉള്ളത്. എൻ്റെ പൊന്നു ക്രിസ്ത്യാനിയെ, ഈ ത്രിയേക പഠനത്തിലൂടെ നീ വഞ്ചിക്കപ്പെട്ടു. ത്രിയേകം അല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആംഗിൾ ആയിരിക്കും. അതായത് ഇങ്ങനെ പിരമിഡ് ഷേപ്പ്. ഈ പിരമിഡിലെ ഒറ്റ കണ്ണ് നിങ്ങൾക്കറിയാമായിരിക്കും അല്ലേ? അത് ഇലുമിനാൽറ്റീസിൻ്റെ സൈനാണ്. ഇപ്പോൾ തന്നെ നമ്മൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്തുതി എന്ന് പറഞ്ഞിട്ട് കുരിശ് വരയ്ക്കൂലേ? എങ്ങനെ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ വര കണ്ട ശരിക്കും കുരിശാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കണം അല്ലേ? പക്ഷെ ക്രിസ്ത്യാനികൾ കുരിശ് വരയ്ക്കാൻ പഠിപ്പിച്ചത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ആ വര താഴെയാണ് വരുന്നത്. അതായത് തല കീഴായിട്ടുള്ള കുരിശ്. ചുരുക്കം പറഞ്ഞാൽ അതും സാത്താൻ്റെ സൈൻ തന്നെയാണ്. ത്രിയേകം എന്നുള്ള ഈ സങ്കല്പം സഭയിലേക്ക് കൊണ്ടുവന്നത് തന്നെ ഈ ഇഴഞ്ഞു വന്ന സർപ്പമാണ്, സാത്താനാണ്. കാരണം എന്താണ്? ദൈവം ഏകനാണ് എന്ന് കേൾക്കുമ്പോൾ സാത്താന് വിറയലാണ്. അപ്പോൾ ഏകനായ ദൈവത്തെ ത്രിയേകനായിട്ട് നമ്മെ ആരാധിപ്പിക്കുകയാണ് സാത്താൻ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവൻ എന്ത് ചെയ്യുന്നു? അവൻ ഏകനാണെന്ന് 5 നേരം വിളിച്ച് പറയാണ്. ലാഹിലാഹ ഇല്ലല്ല എന്ന് പറഞ്ഞിട്ട് അല്ലാതെ വേറെ ദൈവമില്ല. അല്ലാഹു എന്ന് പറഞ്ഞാൽ 666 ആണെന്ന് ഞാൻ നിങ്ങളുടെ മുൻപ് വീഡിയോയിൽ നിങ്ങൾ തെളിയിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനല്ലാതെ വേറെ ദൈവം ഇല്ല എന്ന് സാത്താൻ ഇരുന്ന് പറയും. എന്നിട്ട് സഭയിൽ സാത്താൻ എന്തായി? ദൈവം ഏകനല്ല, ത്രിയേകനാണെന്ന് പഠിപ്പിച്ചു. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? ദൈവം ഒരു ആത്മാവാണ് അല്ലേ? നമുക്കറിയാം അല്ലേ? ദൈവത്തിന് 7 ആത്മാവുണ്ടെന്നും ദൈവം എവിടെയാണ് ഇരിക്കുന്നത് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. അപ്പോൾ ആത്മാവായ ദൈവത്തിനെ, അരൂപിയായ ദൈവത്തിനെ ഒരു പ്രത്യേക സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൽ ഒതുക്കി വെക്കാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിക്ക്. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച സൃഷ്ടാവായ സർവശക്തനായ നമ്മുടെ ദൈവത്തിനെ ഈ പ്രപഞ്ചത്തിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ദേവാലയത്തിലോ ഒരു സ്ഥലത്തോ ഒതുക്കി നിർത്താനാവുമോ? ഈ പ്രപഞ്ചത്തിൻ്റെ അകത്തും പുറത്തും എന്ന് വേണ്ട, എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ദൈവത്തിൻ്റെ വല്ലഭത്വം പ്രത്യേകിച്ച് ഒരിടത്ത് ഒതുക്കി നിർത്താനാവില്ല. നിങ്ങൾ ഉൽപ്പത്തി വായിച്ചാൽ അറിയാം, ദൈവം ഭൂമിയെ സൃഷ്ടിച്ചിട്ട് വർഷങ്ങളോളം അത് ശൂന്യമായി കിടന്നു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്നാണ് അവിടെ എഴുതിയേക്കുന്നത് ഉൽപ്പത്തിയിൽ.
അതായത് അന്ന് ഭൂമി മുഴുവൻ വെള്ളമായിരുന്നു, പിന്നീട് വെള്ളം മാറ്റിയാണ് കരയെ സൃഷ്ടിച്ചത്. ചുരുക്കം പറഞ്ഞാൽ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രപഞ്ചത്തിൽ മുഴുവനായിട്ടും, പ്രപഞ്ചത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. അവിടുത്തെ വല്ലഭത്വം അത്ര വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് സോളമൻ ദാവീദിന്റെ ആഗ്രഹപ്രകാരം ജെറുസലേം ദേവാലയം പണിത് കഴിഞ്ഞിട്ട് സോളമൻ പറയുന്നുണ്ട് 1 രാജാക്കന്മാർ 8:27, എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അങ്ങ് അടങ്ങുകയില്ലല്ലോ. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ? മനസ്സിലായോ? അതുപോലെ തന്നെ സങ്കീർത്തനം 139 8 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അറിയാം, സ്വർഗത്തിലും പാതാളത്തിലും സമുദ്രത്തിലും എന്ന് വേണ്ട എല്ലായിടത്തും ദൈവമുണ്ട്. അവിടുന്ന് ആത്മാവായി ഈ പ്രപഞ്ചത്തിൽ മുഴുവനായി നിറഞ്ഞു നിൽക്കുന്നു. അപ്പം അതുകൊണ്ട് എന്താ ഞാൻ പറഞ്ഞു വന്നത്? ദൈവം, നമുക്കൊരു ദൈവമേ ഉള്ളൂ, അത് ഇസ്രായേലിൻ്റെ ദൈവമാണ്. ക്രിസ്ത്യാനിയെ നീ ചിന്തിച്ചു നോക്കൂ, നിനക്ക് മാത്രമായിട്ടൊരു ദൈവമുണ്ടോ? നീ വിചാരിക്കുന്ന പോലെ വയസ്സായ പഴയ നിയമത്തിലെ ദൈവം യഹൂദനുള്ളതാണ്, അല്ലെങ്കിൽ അത് ഇസ്രായേലിനുള്ള ദൈവമാണ്. ക്രിസ്ത്യാനിക്ക് മാത്രമായിട്ട് ഒരു പുതിയ ദൈവം, ചെറുപ്പക്കാരനായ യേശുവ. അങ്ങനെ ചിന്തിച്ചു വയ്ക്കല്ലേ. യേശുവ ഒരിക്കലും ദൈവമായിരുന്നില്ല, പക്ഷേ ദൈവം യേശുവായിരുന്നു. അപ്പം എന്താ അതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലായോ? ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചതാണ് യേശുവ. പക്ഷേ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചിരുന്നപ്പോൾ യേശുവ ഒരിക്കലും ദൈവമായിരുന്നില്ല, യഹൂദനായ ഒരു മനുഷ്യൻ മാത്രമായിരുന്നു. എന്നാൽ ക്രിസ്ത്യാനി ആ യഹൂദനായ മനുഷ്യനെ, യഹൂദനായ യേശുവായെ ദൈവമായിട്ട് എടുത്തു. അവിടെയാണ് ത്രിയേകം എന്ന കൺസെപ്റ്റ് വഴിയൊരുക്കിയത്. അതുകൊണ്ടാണ് യേശുവായുടെ ജ്ഞാനസ്നാന സമയത്ത് എന്താ പഠിപ്പിക്കുക പുരോഹിതൻ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അല്ലേ? 3 ദൈവങ്ങൾ അവിടെ ഒന്നിച്ചു വന്നു എന്ന് പഠിപ്പിക്കും. ആ പഴയ തുരുത്തി നിങ്ങൾ മാറ്റി വെച്ചിട്ട് ഒരു പുതിയ തുരുത്തി വെച്ചിട്ട് ഞാൻ ഇനി പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കി, ഒന്ന് ചിന്തിച്ചു നോക്കി. അതായത് പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് നമ്മൾ എടുത്ത് പകർന്നു വെച്ചാൽ അത് പൊട്ടിപ്പോവും, അതിനെ ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല. അപ്പോൾ പുതിയ വീഞ്ഞ് നിങ്ങൾക്ക് ഉൾക്കൊള്ളണമെങ്കിൽ പുതിയ തുരുത്തി ഉണ്ടാക്കി വെക്കണം. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ആ പുതിയ തുരുത്തിയിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ദൈവം ആത്മാവാണല്ലേ, ദൈവം അരൂപീയമാണ്, ഒരു പ്രത്യേക രൂപം ദൈവത്തിന് ഇല്ല. അതായത് ഏത് രൂപത്തിൽ വേണമെങ്കിലും ദൈവത്തിന് പ്രത്യക്ഷപ്പെടാം. നമ്മൾ ബൈബിളിൽ പലയിടത്തും കണ്ടിട്ടുണ്ട് ദൈവം പല രൂപത്തിലും പ്രത്യക്ഷപ്പെട്ടത്. പക്ഷേ ആ രൂപത്തിന് പ്രാധാന്യം കൊടുത്ത് ആ രൂപത്തിനെ ആരാധിക്കുന്നത് തെറ്റാണ്. ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്, അല്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വന്നിട്ടുണ്ട്, തീനാളത്തിൻ്റെ രൂപത്തിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ വെച്ച് നാം പ്രാവിനെയും തീനാളത്തെയും ദൈവമായിട്ട് കരുതുന്നുണ്ടോ? കരുതാൻ പാടുണ്ടോ? ഇല്ലല്ലോ. അപ്പം അത് വിഗ്രഹാരാധനയാവില്ലേ? അപ്പം അതുപോലെ തന്നെയാണ് ദൈവം മനുഷ്യൻ്റെ രൂപത്തിൽ വന്നതാണ് യേശുവ എന്ന യഹൂദൻ. അതിനാൽ യേശുവായെ ആ രൂപത്തിനെ ദൈവമായി കണക്കാക്കാൻ പാടില്ല. യേശുവ ഒരിക്കലും താൻ ദൈവമാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. പകരം യോഹന്നാൻ 12:34 പറയുന്നത് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ട ഇരിക്കുന്നു എന്നാ പറയുന്നത്. മനുഷ്യപുത്രൻ നല്ലവനായ ഗുരു എന്ന് വിളിച്ചപ്പോൾ യേശുവ എന്താ പറഞ്ഞത്? നല്ലവൻ ദൈവം മാത്രമേ ഉള്ളൂ എന്നാ പറഞ്ഞത്. യേശുവായെ ബൈബിളിൽ ദൈവപുത്രൻ, മനുഷ്യപുത്രൻ, ദാവീദിൻ്റെ പുത്രൻ എന്നൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ദൈവമേ എന്ന് വിളിച്ചിട്ടില്ല, ദൈവം ആണ് എന്ന് യേശുവ പറഞ്ഞിട്ടുമില്ല. അപ്പം അതെന്താണ് അതിൻ്റെ അർത്ഥം? പിതാവ് പുത്രനായി വന്നു. യേശുവായും ദൈവവും തമ്മിൽ ഒരു പിതാവ് പുത്രൻ ബന്ധമായിരുന്നു. ഇനി ഇങ്ങനെ ഒരു വ്യൂവിൽ നിങ്ങൾ ആ ജ്ഞാനസ്നാന വേള ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവത്തിൻ്റെ ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വന്നു, മനുഷ്യനായ തൻ്റെ പുത്രനായ യേശുവായെ അനുഗ്രഹിച്ചു. എന്തു പറഞ്ഞ്? ഇവൻ എൻ്റെ പ്രിയ പുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, അല്ലേ? അപ്പം ഇങ്ങനെ ഒരു വ്യൂവിൽ കാണുമ്പോൾ അവിടെ എത്ര ദൈവമുണ്ട്? ഒരൊറ്റ ദൈവമേ ഉള്ളൂ, അല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിൽ വന്ന ഒരു ദൈവം, താഴെ യേശുവ എന്ന യഹൂദനായ മനുഷ്യൻ. അപ്പം ഇതുപോലെ
ഇതുപോലെ തന്നെയാണ് ഗെത്സമൻ തോട്ടത്തിൽ അല്ലേ, അവിടെ പറയൂലേ, ചില ക്രിസ്ത്യാനികൾ പറയില്ലേ, അവിടെ യേശു എന്ന ദൈവം പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ 2 ദൈവം ഉണ്ടോ അവിടെ? ഇല്ലല്ലോ. ആരും കണ്ടിട്ടില്ലാത്ത പിതാവിനോട് ഗാഢബന്ധം നിലനിർത്തിപ്പോന്ന ഏകജാതൻ പുത്രനായ യേശുവ പ്രാർത്ഥിച്ചതാണ് ഗെത്സമൻ തോട്ടത്തിൽ. അപ്പോൾ അവിടെ ഒരു ദൈവമല്ലേ ഉള്ളൂ. യേശുവ എന്ന് പറയുന്നത് ഒരു യഹൂദനായ മനുഷ്യനല്ലേ. അപ്പോൾ ഈ വ്യൂയിൽ നിങ്ങൾ ബൈബിൾ വായിച്ചാൽ ഈ ത്രിയേകം എന്ന കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോയി കിട്ടും. കാരണം പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും ഒന്ന് തന്നെയാണ് പറയുന്നത്, ദൈവം ഏകനാണ്. നിയമാവർത്തനം 6:4 പറയുകയാണ്, ഷമാ ഇസ്രായേൽ അദോനാ ഏലുഹിനു അദോനാ യഹാദ്. അത് ഹീബ്രുവിലാണ്. ഇസ്രായേലെ കേൾക്ക, അദോനായ് നമ്മുടെ ദൈവമാകുന്നു, അദോനായ് ഏകൻ തന്നെ. നിന്റെ ദൈവമായ അദോനായെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നാണ് പറഞ്ഞേക്കണേ. മലാക്കി 2:10 നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത് എന്നാ പറഞ്ഞേക്കുന്നേ. ഇനി പുതിയ നിയമത്തിൽ 1 കോരിന്തോസ് 8:4 ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്ന് നാം അറിയുന്നു എന്നും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്നെല്ലാം എന്താ മനസ്സിലാക്കുന്നേ? ദൈവം ഏകനാണ്. ആരാണത്? നമ്മുടെ നിത്യപിതാവ്. യേശുവായെക്കുറിച്ച്, അതായത് യേശയ്യ 9:6 വായിച്ചാൽ അതിൽ പറയുന്നത് യേശുവായുടെ വരവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമായിരുന്നു. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടുമെന്നാണ് യേശയ്യയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? യേശുവ തന്നെയാണ് നിത്യപിതാവ്. എന്നാൽ ഏതെങ്കിലും ക്രിസ്ത്യാനി യേശുവായ നിത്യപിതാവേ എന്ന് വിളിക്കാറുണ്ടോ? ഇല്ലല്ലോ. ത്രിയേക കൺസെപ്റ്റിൽ, ത്രിയേക ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്ന കത്തോലിക്ക സഭ ഒരിക്കലും യേശുവായ നിത്യപിതാവേ എന്ന് വിളിക്കില്ല, വിളിക്കാൻ സമ്മതിക്കൂല്ല. അതാണ് സാത്താൻ്റെ കെണി. നമ്മുടെ അടിസ്ഥാന വിശ്വാസം തന്നെ ഏക ദൈവം എന്നതായിരിക്കണം. ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം ആര് എന്ന് ചിന്തിക്കൂ. യഹൂദർക്ക് ഒരു ദൈവം, ക്രിസ്ത്യാനിക്ക് വേറൊരു ദൈവം, അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ലല്ലോ. ക്രിസ്ത്യാനിയെ നീ ചിന്തിക്ക്, നിന്റെ ദൈവം ആരാണ്? ഇസ്രായേലിൻ്റെ ദൈവമല്ലേ? കർത്താവ് എല്ലാവരെയും ഒന്നാക്കാൻ വന്നു, എല്ലാവരെയും ഏക ദൈവത്തിൻ്റെ കീഴിലാക്കാൻ വന്നു അല്ലേ. എന്നാൽ സാത്താൻ, കർത്താവ് പോയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഒന്നായിരുന്നവരെ പലതായി പിരിച്ച് പല സഭയാക്കി കളഞ്ഞു. അതായത് എങ്ങനെ ബൈബിൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിന്ന് യഥാർത്ഥമായ അർത്ഥം മനസ്സിലാക്കാതെ ഒരു വചനത്തെ പലതായി വ്യാഖ്യാനിച്ചു. വചനം ഒന്ന്, എല്ലാ ക്രിസ്ത്യാനി എല്ലാ സഭയിലുള്ളവരുടെ വചനം ഒന്ന്, ബൈബിൾ ഒന്ന്, പരിശുദ്ധാത്മാവും ഒന്ന്, പക്ഷേ വ്യാഖ്യാനം പലത്. അവിടെയാണ് പല പല സഭകളായി പിരിഞ്ഞു പോയത്. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ബൈബിൾ എന്നത് ഇസ്രായേലിൻ്റെ ഹിസ്റ്ററി അല്ലേ, ഇസ്രായേലിൻ്റെ ഫ്യൂച്ചർ അല്ലേ. ബൈബിളിലുള്ളത് ഇസ്രായേലിൻ്റെ ദൈവമല്ലേ. അപ്പോൾ ക്രിസ്ത്യാനിയെ ഈ ബൈബിൾ എടുത്ത് വെച്ചിട്ട് ദൈവം യഹൂദൻ്റെ ദൈവമല്ലേ, ഈ ബൈബിളിനുള്ള എല്ലാത്തിലും പറയുന്ന ദൈവവും യഹൂദൻ്റെ ദൈവമല്ലേ, അല്ലാതെ ക്രിസ്ത്യാനിക്ക് പുതിയ ഒരു ദൈവത്തെ തന്നു എന്ന് അതിൽ പറയുന്നുണ്ടോ? പക്ഷെ നീ ഒരു പുതിയ ദൈവത്തെ ഉണ്ടാക്കി, യേശുവ എന്ന മനുഷ്യരൂപത്തെ ആത്മാവായ ദൈവത്തിൻ്റെ മനുഷ്യരൂപമായ യേശുവായെ നീ ദൈവമായിട്ട് കണ്ടു. ശിഷ്യന്മാർ ക്രിസ്ത്യാനികളായിരുന്നില്ലല്ലോ. ദൈവമായ യേശുവായിൽ നിങ്ങളെ ഒന്നാക്കാനാണ് ശിഷ്യന്മാരായിട്ട് പരിശ്രമിച്ചത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്തു? പുതിയൊരു ദൈവത്തെ ഉണ്ടാക്കി, യേശുവ എന്ന മനുഷ്യരൂപത്തെ. ഈ വെളിപാട് വായിച്ചാൽ അറിയാം, കർത്താവിൻ്റെ കൽപ്പനകളെ സ്വീകരിച്ചവരെ പാലിച്ചവരെ കൂട്ടിച്ചേർക്കാനാണ് യേശുവ അവസാനം വരുന്നത്. അപ്പോൾ 10 കൽപ്പനയും മുഴുവനും പാലിക്കാത്ത ക്രിസ്ത്യാനിയെ നിന്റെ കാര്യം കട്ട പുകയല്ലേ. 4-ാം പ്രമാണം ശബാത്ത് ആചരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് യഹൂദന് മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞ് മാറ്റിവെച്ചേക്കല്ലേ ക്രിസ്ത്യാനി. നീ ജാതികളാണ് എങ്കിൽ
ജാതിക്ക് യഹൂദനോട് ഒട്ടിച്ചേരണമെങ്കിൽ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. നീ യഹൂദൻ്റെ ഫീസ്റ്റുകൾ ആചരിക്കണം. ശബാത്ത് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കുമുള്ള നിത്യനിയമമാണ്. അത് നീ ആചരിക്കണം. ശബാത്ത് ശിഷ്യന്മാർ ഈ ശബാത്ത് ഫീസ്റ്റ് ഇതൊക്കെ കീപ്പ് ചെയ്തിരുന്നു ഇല്ലേ? യേശുവ വന്നത് ന്യായപ്രമാണം നീക്കിക്കളയാനാണെന്ന് ക്രിസ്ത്യാനിയെ നീ ചിന്തിക്കല്ലേ. അങ്ങനെയാണ്, അതിനു വേണ്ടിയിട്ടാണ് യേശുവ വന്നതെങ്കിൽ ഈ ശിഷ്യന്മാർ എന്തിനാണ് ഈ ശബാത്തിൽ വചനം പ്രസംഗിച്ചതും എല്ലാ ഫീസ്റ്റുകളിലും ജെറുസലേമിലേക്ക് ഓടി പോകുന്നതും ഒക്കെ നമുക്ക് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളും പുതിയ നിയമത്തിൽ ഒക്കെ നമുക്ക് കാണാമല്ലേ. അപ്പം അതെന്തിനാ അവർ കാത്തു സൂക്ഷിച്ചു? നിനക്ക് വേണ്ടത് കാനാൻകാരിയുടേതുപോലുള്ള വിശ്വാസമാണ് കാത്തു സൂക്ഷിക്കേണ്ടത്. അപ്പോഴാണ് ദൈവം നിന്നെ എടുക്കുള്ളൂ. യേശുവ എന്തിനാ വന്നേ? 12 ഗോത്രത്തിൽ 10 ഗോത്രങ്ങൾ ചിതറിക്കപ്പെട്ടു. അവരെ ഒന്നാക്കാനാണ് യേശുവ വന്നത്. അല്ലാതെ ക്രിസ്ത്യാനിയെ നിനക്ക് വേണ്ടിയിട്ടല്ല. ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു മതം സ്ഥാപിക്കാനോ ഒരു പുതിയ സമൂഹത്തെ വാർത്തെടുക്കാനോ അല്ല യേശുവ വന്നത്. എല്ലാവരെയും മതം മാറ്റി ക്രിസ്ത്യാനിയാക്കാൻ യേശുവ പറഞ്ഞിട്ടുണ്ടോ? യഹൂദ മതത്തിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയൊന്നും യഹൂദനാവാനും പറ്റില്ല അല്ലേ? മതം മാറ്റാനൊന്നും പറഞ്ഞിട്ടില്ല യേശുവ. എന്താ പറഞ്ഞത്? ഞാൻ വന്നിരിക്കുന്നത് ഇസ്രായേലിൽ നിന്ന് വഴി തെറ്റിപ്പോയ ആടുകളുടെ അടുത്തേക്കാണ് അല്ലേ? യേശുവ അങ്ങനെയാ പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞേ? മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചു അല്ലേ? അപ്പോൾ കാനാൻകാരി എന്താ പറഞ്ഞത്? നായ്ക്കളും യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണം ഭക്ഷിക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ പറഞ്ഞു, നിന്റെ വിശ്വാസം വലുതാണെന്ന് പറഞ്ഞു യേശു. അപ്പം അതുപോലെ കാനാൻകാരിയെ പോലെ എളിമയോടുകൂടി യഹൂദൻ്റെ അവകാശത്തിലേക്ക് കടന്നു ചെല്ലാൻ പഠിക്കണം, കടന്നു ചെല്ലാൻ കഴിയണം. അപ്പോൾ നിന്റെ വിശ്വാസം വലുതാണെന്ന് കണ്ട് യേശുവ നിന്നിൽ കനിയും. അല്ലാതെ അഹങ്കരിക്കുകയല്ല വേണ്ടത്. ദൈവം നിന്റെ മാത്രമാണ്, യഹൂദനെ തള്ളിക്കളഞ്ഞോ എന്ന് നീ ചിന്തിക്കരുത്, ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ നീ ഒന്നോർക്ക, നിനക്ക് സ്വർഗത്തിലേക്ക് കയറി ചെല്ലണോ? നമുക്ക് വ്യക്തമായിട്ടറിയാം സ്വർഗത്തിന് എന്താണ്. നിനക്കായിട്ട് ഒരു വാതിൽ അവിടെ ഇല്ല. 12 വാതിൽ 12 ഗോത്രങ്ങൾക്കുള്ളതാണ് അല്ലേ? അപ്പം നീ ഈ സ്വർഗത്തിൽ ഏത് വാതിലിലൂടെ കിടക്കും? ജാതികളുടെ വാതിൽ യേശുവായാണ്. ജാതികളുടെ സംഖ്യ പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ടാണ് യഹൂദരെ കുരുടാക്കി ദൈവം കർത്താവ് വെച്ചേക്കുന്നത്. കർത്താവ് പിന്നീട് നോക്കിക്കോളുന്നേ. തൻ്റെ മക്കൾ തന്നെ മനസ്സിലാക്കാനൊക്കെ ഒരു സമയമുണ്ട്. അത് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലേ? തങ്ങൾ കുത്തിയവങ്കിലേക്ക് നോക്കി നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ കാര്യം നീ നോക്കണ്ട. പക്ഷേ നിനക്ക് സ്വർഗത്തിൽ ചെല്ലണമെങ്കിൽ നീ ഏത് വാതിലിലൂടെ ചെല്ലും? നീ ചെല്ലുന്നത് യേശുവായിലൂടെയാണ്. യേശുവായുടെ ഗോത്രത്തിലൂടെയാണ് നിനക്ക് കയറി ചെല്ലാൻ പറ്റുള്ളൂ. കാരണം നിന്റെ പിതാവ് യേശുവായാണ്, നീ ദൈവത്തിൻ്റെ പുത്രനും. അതുകൊണ്ടാണ് യോഹന്നാൻ 12:35 യേശുവ പറഞ്ഞത്, ഞാനെന്ന പ്രകാശം കൂടെയുള്ളപ്പോൾ നിങ്ങൾ നടന്നുകൊള്ളുവിൻ. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അന്ധകാരം നിങ്ങളെ കീഴടക്കും. അന്ധകാരത്തിൽ നടക്കുന്നവൻ താൻ എവിടേക്ക് പോകുന്നു എന്ന് അറിയില്ല. ഈ അന്ധകാരം നിറഞ്ഞിരിക്കുന്ന സമയമാണ് ഇപ്പോൾ, ഈ അന്ത്യകാലഘട്ടത്തിൽ. അതാണ് ക്രിസ്ത്യാനിയെ നിനക്ക് വഴി തെറ്റാൻ കാരണം. അന്ത്യകാലം ഇപ്പോഴല്ല തുടങ്ങിയത്. നിങ്ങൾ ഇപ്പോഴാണ് അന്ത്യകാലം തുടങ്ങിയതെന്ന് ചിന്തിച്ചു വെക്കരുത്. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 2:17 ഒക്കെ വായിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അവിടെ നമ്മുടെ പത്രോസ്ലീഹായുടെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് അന്ത്യകാലം തുടങ്ങിയെന്ന്. അപ്പോൾ യേശുവായുടെ മരണം കഴിഞ്ഞപ്പോൾ തന്നെ അന്ത്യകാലം തുടങ്ങി. ഇപ്പോൾ അന്ത്യകാലത്തിലെ അന്ത്യനിമിഷങ്ങളാണ്. 7ാം കാഹളം മുഴങ്ങാനിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ദൈവം തൻ്റെ സത്യങ്ങളെ പ്രവാചകന്മാർക്ക് കൊടുത്തതുപോലെ ഇപ്പോഴും നമുക്ക് തരും. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് ബൈബിളിൽ എപ്പോഴും പറയണേ. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു വന്നത്? ദൈവം ഏകനാണ്, ത്രിയേകനല്ല. ക്രിസ്ത്യാനിയെ നിനക്ക് തെറ്റി. നിന്റെ ദൈവം ഏകനാണ്. അതാരാണ്? ഇസ്രായേലിൻ്റെ ദൈവമാണ്. ആകയാൽ
യഥാർത്ഥമായ ദൈവം, ഇസ്രായേലിൻ്റെ ദൈവം, അതാണ് നിൻ്റെ അപ്പൻ. ആ ഒരു ദൈവം മാത്രമേ നിനക്കുള്ളൂ. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് ബോഷ്കിൻ്റെ പിതാവുമായ സാത്താൻ, അവനിൽ വിശ്വസിക്കാം. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നാണ് പറയുന്നത് അല്ലേ? സ്വാതന്ത്ര്യദിനമായിരുന്നല്ലേ? ക്രിസ്ത്യാനിയെ, നീ സ്വതന്ത്രയാണോ? നീ അടിമയാണോ സ്വതന്ത്രയാണോ? ചിന്തിക്കുക. നീ പാപത്തിൻ്റെ അടിമ അല്ലെങ്കിൽ സാത്താൻ്റെ അടിമയാണോ, അല്ലെങ്കിൽ നീ സ്വതന്ത്രയാണോ? ഞാൻ നിർത്താണ്. അപ്പോൾ ദൈവം ഏകനാണ്, ത്രിയേകനല്ല. ക്രിസ്ത്യാനിയെ, നിന്റെ ദൈവം ഏകനാണ്, ത്രിയേകനല്ല. ആ ദൈവം ഇസ്രായേലിൻ്റെ ദൈവമാണ്. നട്ടലുള്ളവർക്ക് ഒരപ്പനേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ഇതിലും വലുതായിട്ട് എനിക്ക് പറയാനറിയില്ല. അപ്പോൾ ഞാൻ നിർത്തുന്നു. ഞാനിന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ഹീബ്രു ഭാഷ, ഹീബ്രു തുറക്കപ്പെടട്ടെ, ചെവിയൊക്കെ തുറക്കപ്പെടട്ടെ എന്ന് പറയില്ലേ, നമ്മൾ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ തുറക്കപ്പെടട്ടെ എന്ന് പറയുന്നതിൻ്റെ ഹീബ്രു ആണ് യിപ്താഹ്, YIPPATEACH. എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുത്ത് പഠിക്കാം. തുറക്കപ്പെടട്ടെ. അപ്പോൾ നിങ്ങളുടെ ചെവിയൊക്കെ തുറക്കപ്പെടട്ടെ. അപ്പോൾ എല്ലാവർക്കും ശബാത് ശലോം. ദൈവം ഏകനാണ് എന്ന അടിസ്ഥാനപരമായ ആ ചിന്ത, ആ കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം. ഏകനായ ദൈവമാണ് എൻ്റെ ദൈവം. അത് സാത്താൻ ഏതൊക്കെ രീതിയിൽ വന്ന് ത്രിയേകനാണ് എന്ന് പഠിപ്പിച്ചാലും ആ ബേസിക് ആയിട്ടുള്ള കാര്യം മറന്നു പോകാതെ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വെക്കണം. എൻ്റെ ദൈവം, എൻ്റെ അപ്പൻ ഏകനാണ്, അത് ഇസ്രായേലിൻ്റെ ദൈവമാണ്. ഇസ്രായേലിനോട് ഒട്ടിച്ചേർന്ന് നിന്നാലേ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകനായ എൻ്റെ അപ്പൻ ഇസ്രായേലിൻ്റെ ദൈവമാണെങ്കിൽ ഇസ്രായേലിൻ്റെ ഫീസ്റ്റുകളും നമ്മൾ ആഘോഷിക്കണം. അപ്പോൾ ഞാൻ നിർത്താണ്. ഇവിടെ കറണ്ട് പോയും വന്നൊക്കെ ഇരിക്കുകയാണ്, മഴക്കാലം ആയതുകൊണ്ട്. അപ്പോൾ ഏകനായ ദൈവത്തെ എല്ലാവരും ആരാധിക്കുക. എല്ലാവർക്കും, എന്നെ ഇതുവരെ കേട്ട എല്ലാവർക്കും തോദാ റബ്ബ, തോദാ.